ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. നമ്മൾ മുറിച്ച തേങ്ങ ഫ്രിഡ്ജൊന്നും ഇല്ലാതെ പുറത്ത് തന്നെ ഒരു വർഷം വരെ എങ്ങനെ വെക്കാമെന്നും അതുപോലെ തന്നെ തേങ്ങയിൽ ഈ കോയിൻ വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടിപ്പും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 2 തേങ്ങ ഇതുപോലെ ഫ്രീസറിൽ രാത്രി വെച്ചതായിരുന്നു. ഇപ്പോൾ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. നിങ്ങൾ രാവിലെ തന്നെ എടുക്കാവുന്നതാണ്. എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈകുന്നേരം എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ ഞാൻ കവറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് ഫ്രീസായി ഇവിടെ വന്നിട്ടുണ്ട്. എന്തെങ്കിലും വലിയ ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്ത്, അതുപോലെ തന്നെ ലേഡീസൊക്കെ ജോലിക്ക് പോകുന്നവരുണ്ടെങ്കിലൊക്കെ ഞാൻ കാണിച്ചു തരുന്ന രീതിയിലൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു വർഷം വരെ ആയാലും അതുപോലെ തന്നെ 6 മാസം വരെയൊക്കെ തേങ്ങ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാമെന്ന് ഞാനിവിടെ വീഡിയോയിലൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. കുറച്ചധികം തേങ്ങയൊക്കെ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ വെജിറ്റബിൾ ബോക്സിൽ ചെരിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുറത്താണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ തേങ്ങ മുറിക്കാൻ വേണ്ടിയിട്ട് കത്തിയോ അല്ലെങ്കിൽ അരിവാളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലുള്ളൊരു ചട്ടുകം ഉണ്ടെങ്കിൽ നമുക്ക് തേങ്ങ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഓൾറെഡി നമ്മളിത് ഓവർനൈറ്റ് ഫ്രീസ് ചെയ്തുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഫ്രീസ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ തേങ്ങ പൊട്ടി വെള്ളം പുറത്തേക്ക് പോകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് കുറച്ച് ശക്തിയിൽ തന്നെ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ തേങ്ങ നമുക്ക് പൊട്ടിക്കിട്ടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, നമ്മൾ ഫ്രീസ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ നന്നായിട്ട് അതിൻ്റെ ഓടൊക്കെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ താഴ്ഭാഗം കൂടെ ഒന്ന് ഇളകാനുണ്ട്. അത് ഞാൻ ജസ്റ്റ് ആ ചട്ടുകം വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്ന് ലൂസായിട്ട് നമുക്ക് പെട്ടെന്ന് ഊരി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ടൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഫ്രീസായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെയാണ് കേട്ടോ തേങ്ങ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലുള്ള വെള്ളം ഒന്ന് ഇതുപോലെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അത് ഐസോട് കൂടെയും കുടിക്കാം, അല്ലെങ്കിൽ കുറച്ച് മെൽറ്റ് ആയതിന് ശേഷം കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മെൽറ്റ് ആയതിന് ശേഷം മാത്രം കൊടുക്കുക കേട്ടോ. ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ തേങ്ങ വെള്ളം. അപ്പോൾ എല്ലാവരും അത് വെറുതെ കളയാതെ കുടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും റെസിപ്പിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഞാൻ ഫ്രീസറിൽ 2 തേങ്ങയായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലൊന്ന് നമ്മൾ നേരത്തെ പൊട്ടിച്ചെടുത്തു. ഇനി ഒന്നാണ് കേട്ടോ ഞാൻ ചട്ടുകം വെച്ചിട്ട് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നന്നായിട്ട് ഫ്രീസ് ആയിട്ടില്ല, അതാണ് കേട്ടോ വെള്ളം ഇതുപോലെ വരുന്നത്. അത് 2 വെച്ച് കൊടുത്ത സമയങ്ങൾ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഒരു തേങ്ങ ഞാൻ രാവിലെ ആയിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ഒരു തേങ്ങ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് നന്നായിട്ട് ഫ്രീസായി വന്നത്. അപ്പോൾ ഞാൻ ചട്ടുകം വെച്ചിട്ട് തന്നെ പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം ഒരു ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചിരട്ടയിൽ നിന്നും വിടിവിച്ചെടുക്കാമെന്ന് നോക്കാം. ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വിടിവിച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് ചിരട്ടയിൽ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. കുറച്ചധികം തേങ്ങയൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ നിങ്ങൾ ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളുടെ പണികളും വളരെ എളുപ്പമായിട്ട് തീരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുന്നുണ്ടാവും, നമ്മളുടെ ഓട്ടിൽ നിന്ന് നന്നായിട്ട് ആ തേങ്ങയൊക്കെ വേർതിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ബ്രൗൺ തൊലിയിൽ ധാരാളമായിട്ട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളയാണെങ്കിൽ മാത്രം ഇത് കളഞ്ഞെടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ ചില റെസിപ്പികളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല വൈറ്റ് കളറായിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സ്കിന്ന് ഒഴിവാക്കാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഇതിൻ്റെ സ്കിന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള 2 തേങ്ങയുടെ സ്കിന്നും ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് പീലർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇതുപോലെ പീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് കത്തി വെച്ചിട്ട് കാണിച്ചു തരുന്നു എന്ന് മാത്രം. ഇനി 2 തേങ്ങയെ ഞാൻ നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ കഴുകിയെടുത്തതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു മിക്സി ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ കഴുകിയതിന് ശേഷം നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം വേണം നമ്മൾ ഇതുപോലെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്താണ് കേടാവാതെ നമുക്ക് 6 മാസം വരെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയ ജാറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്നൊരു 2 പൾസ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തിട്ട്
ഒരു ബോക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരാവശ്യത്തിന് നമുക്ക് തേങ്ങ എടുക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമായിരിക്കും. മാത്രമല്ല 6 മാസം വരെയൊക്കെ നമുക്ക് തേങ്ങ കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. വേറൊരു രീതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് തേങ്ങ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടുവിച്ചെടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമുക്കിത് വിടുവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ, നമ്മൾ സ്റ്റീം ചെയ്തെടുത്തുകൊണ്ട് തന്നെ. എന്നാൽ തേങ്ങയുടെ ടേസ്റ്റിലൊന്നും യാതൊരു വ്യത്യാസം വരുന്നില്ല. ഫ്രഷ് ആയിട്ട് നമ്മളൊരു തേങ്ങ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനിത് ചിരട്ടയിൽ നിന്ന് വളരെ ഈസി ആയിട്ട് വിടുവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചെടുക്കുന്ന സൗണ്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല ഫ്രഷ് ആയിട്ടാണ് നമ്മളുടെ തേങ്ങ ഇരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് തേങ്ങ ചിരവിയെടുക്കാൻ വേണ്ടിയിട്ട് ചിരവിയോ അല്ലെങ്കിൽ മിക്സിയോ ഒന്നും തന്നെ ഇല്ലാത്തവർ ചെറിയൊരു തോരനോ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി തേങ്ങയായിരിക്കും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഫോർക്ക് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചിരവ കൊണ്ട് ചിരവിയെടുത്തതുപോലെ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ലൈവായിട്ട് കാണുന്നുണ്ടാവും നമ്മൾ ചിരവ കൊണ്ട് എങ്ങനെയാണോ ചിരവുന്നത് അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഫോർക്ക് അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ലൈസർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചിരവിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് ചിരവിയിൽ എങ്ങനെയാണോ ചിരവുന്നത് അതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് 2 രീതിയിൽ നമുക്ക് ചിരവിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു റെസിപ്പിക്ക് തേങ്ങാപ്പാൽ നല്ല കട്ടിയായിട്ടായിരിക്കും നമുക്ക് കിട്ടേണ്ടത്. അങ്ങനെയുള്ള സമയത്ത് ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലൈറ്റ് ആയിട്ടുള്ള ഒരു ചുടുവെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പച്ചരി നന്നായിട്ട് കുതിർത്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറികൾക്ക് നല്ല സ്വാദും അതുപോലെ തന്നെ തിക്നെസ്സും ഒക്കെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഞാനൊരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ തേങ്ങാപ്പീര നമ്മൾ വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. ചട്ടിയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം സ്വീറ്റ്സ് ഡെസേർട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് എടുത്ത് മാറ്റി വെക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഡെസിഗേറ്റഡ് കോക്കനട്ട് ഇല്ലേ, അതാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഐസ് ക്യൂബിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രീസാക്കി ഒരു ബോക്സിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പാലൊന്നും ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ ഇതിൽ നിന്നും ഒരു ക്യൂബ് എടുത്തിട്ടതിന് ശേഷം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചായ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതിന് മാത്രമല്ല നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിൽ തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞിരിക്കേണ്ട സമയം ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ജോലികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് ഐസ് ക്യൂബിലേക്ക് ആക്കി കൊടുത്തൊന്ന് ഫ്രീസ് ചെയ്ത് ഒരു ബോക്സിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പഞ്ചസാര സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. എന്നിട്ട് പഞ്ചസാര ഇല്ലാതെ നിങ്ങൾ ഇതുപോലെ ഫ്രീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ കറികൾക്കും അതുപോലെ തന്നെ പാൽക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ മാസത്തോളം നമുക്ക് ഈ തേങ്ങാപ്പാൽ കേടാവാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നന്നായിട്ട് ഫ്രീസായി വന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ആക്കി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ ഇതുപോലെ ചിരവിയിട്ടായാലും അല്ലെങ്കിൽ മുറിച്ചിട്ട് തേങ്ങ പുറത്ത് വയ്ക്കുന്ന സമയത്ത് പിങ്ക് കളറിലുള്ള പൂപ്പലോ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള പൂപ്പലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ തന്നെ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്തിട്ട് നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ സൂക്ഷിച്ച് വെക്കുക. അല്ലെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും കേട്ടോ. അതുപോലെ തന്നെ പൊട്ടിച്ച തേങ്ങ നമ്മൾ എടുത്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ കണ്ണുള്ളതാണെങ്കിൽ പെട്ടെന്ന് കേടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ആ കണ്ണ് ഭാഗത്തായിട്ട് കുറച്ച് വാസ്ലിൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും കേടാവില്ല കേട്ടോ. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പുറത്ത് വെച്ച് തന്നെ നമുക്ക് തേങ്ങ കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനി 1 വർഷക്കാലമൊക്കെ നമ്മളുടെ തേങ്ങ ഇങ്ങനെ കേടാവാതെ സൂക്ഷിക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഒരു ഇരുമ്പ് തവ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് തേങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം.
വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എണ്ണ പോലും ഒഴിക്കേണ്ട. ഇതുപോലെ തന്നെ നമുക്ക് വറുത്തെടുക്കാം. നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബ്രൗൺ നിറമാകുന്നവരെ തന്നെ നമുക്ക് വറുത്തെടുക്കണം. തീ മീഡിയം ഫ്ലെയിമിലാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ചട്ടി ചൂടായി അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ റോസ്റ്റ് ചെയ്യുന്നത് മുഴുവനായിട്ടും ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ, സ്കിപ്പ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ നന്നായിട്ട് വറുത്തെടുക്കുക. കരിഞ്ഞു പോവാതെ വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. നല്ല മണമാണ് കേട്ടോ ഇതുപോലെ വറുത്തെടുക്കുന്ന സമയത്ത്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ചൂട് പുട്ടിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നമ്മൾ വറുത്തതിന് ശേഷം പുറത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിലും 6 മാസക്കാലം വരെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ 1 വർഷം വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിലിട്ട് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ചട്ടി ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് അടച്ച് വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം കേട്ടോ. ഗ്ലാസ് കണ്ടെയ്നർ എടുക്കായിരിക്കും ഏറ്റവും നല്ലത്, നമ്മൾ ഫ്രീസറിലൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ. ഞാനിപ്പോൾ കുറച്ച് മാത്രമാണ് ഇവിടെ വറുത്ത് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ക്വാണ്ടിറ്റിയിൽ വറുത്തെടുത്തിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡിഷൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ തിരക്കിട്ട് ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ നമുക്ക് എടുത്ത് അരച്ച് കറികൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങ അരച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് ഐസ് ക്യൂബിൽ വെച്ചിട്ട് അതുപോലെ ഫ്രീസ് ചെയ്തും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ, തേങ്ങാപ്പാൽ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പച്ചത്തേങ്ങ ചെയ്യുന്ന സമയത്ത് അതുപോലെ ചെയ്യാം. ഇതുപോലെ വറുത്ത തേങ്ങയാണെങ്കിൽ ഇതുപോലെ വറുത്തെടുത്ത് സൂക്ഷിച്ച് വെക്കുക കേട്ടോ. ഫ്രീസറിൽ തന്നെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം ഇത് കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ നേരത്തെ ഒഴിച്ച് വെച്ച തേങ്ങാപ്പാൽ ഇവിടെ ഫ്രീസായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയല്ലോ എന്ന് ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇനി ഞാനൊരു കോയിനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് തേങ്ങയുടെ ഇതിൽ നിന്നും ഒരു ചെറിയ നാരൊന്ന് എടുക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള നാര് നോക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ആ കോയിനിലേക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊരു സെല്ലോ ടൈപ്പ് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഒരു സൂചി ഇതിൻ്റെ ഉള്ളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഏറ്റവും ചെറിയ സൂചിയാണ് കേട്ടോ. പ്രായം ചെന്നവരല്ലെങ്കിൽ കുട്ടികളൊക്കെ സൂചിയിൽ നൂല് കുറുക്കാൻ വേണ്ടിയിട്ട് നല്ല പാടുപെടുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് സൂചിയിൽ നൂല് കുറുക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുന്നതാണ്. തേങ്ങയുടെ നാരൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐറ്റം തന്നെയല്ലേ. അതുപോലെ തന്നെ ഒരു കോയിനും ഉണ്ടെങ്കിൽ കഷ്ടപ്പാടൊന്നുമില്ലാതെ തന്നെ ഏത് കാഴ്ചക്കുറവുള്ളവർക്കും വളരെ പെട്ടെന്ന് സൂചിയിൽ നൂൽ കുറുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഒരു ഐഡിയ തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ലൈവായിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് നൂല് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാ ടിപ്സും എല്ലാവർക്കും പ്രയോജനകരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്.